അപ്പൊ നമ്മുടെ ചക്ക നമ്മൾ വെട്ടാമുണ്ടോ? നമ്മൾ നേരത്തെ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന ചക്കയാണ്. അത് നല്ല പഴുത്തുണ്ട്. നമുക്കപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കര ഉണ്ടാക്കി കാണിക്കാം. നല്ല കറക്റ്റ് പഴുപ്പുണ്ടോ? നല്ല കറക്റ്റ് ആയിട്ട് നല്ല മധുരം, നല്ല പാകാണ് ചക്കപ്പ. പിടിച്ചോട്ടെ അവനെ മറ്റുള്ള കഴിക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റിക്കൊണ്ടോ? അങ്ങോട്ട് മാറ്റിക്കൊണ്ടോ? അപ്പൊ നമ്മുടെ ചക്കവട്ടം കഴിഞ്ഞിട്ടോ. അപ്പൊ ഒരു പകുതി ചക്ക നമ്മളിപ്പോ വരട്ടി ഉപയോഗിക്കാൻ പോകുന്നത് ചക്കടയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ പകുതി നമ്മൾ സിപ്പ് ലോക്കിലാക്കിയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് പിള്ളേർക്കായാലും വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാം. നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കണതിന് ഒരു 2 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പൊ അതിന്റെ തണുപ്പ് മാറിക്കഴിയുമ്പോൾ സാധാരണ രീതിയിലുള്ള ടേസ്റ്റ് തന്നെ അതിന് കിട്ടും. അപ്പം ഈ ചക്കടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചക്ക കുറച്ച് വരട്ടി എടുക്കുകയാണ്. അപ്പൊ ഈ ചക്ക മുഴുവൻ നമ്മൾ വരട്ടിയെടുത്ത് വെക്കാം. ആവശ്യത്തിന് മാത്രം നമുക്ക് അടയ്ക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചക്ക വരട്ടാനായിട്ട് 1.5 കിലോ നമ്മൾ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. ഒരു 600 ഗ്രാം ശർക്കര, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, ഒരു 10 ഏലക്കായ. ഇത് നമുക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കൂട്ടി നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ചക്ക വരട്ടുന്നതിന് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതൊന്ന് പൾപ്പാക്കി എടുക്കണം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ച് പൾപ്പാക്കി എടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് കുക്കറിൽ വേവിച്ചോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര കൂട്ടി വരട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. വീടുകളിൽ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളത് ഇത് വേവിച്ചിട്ട് നമ്മൾ വരട്ടിയെടുക്കുക ചെയ്യണേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പം തുടങ്ങാം. ഇത് ബാക്കിയുള്ള ചക്ക ഫ്രീസ് ചെയ്യുന്ന 2 മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഫ്രീസിങ് ബാഗിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടിട്ട് അതിലൊരു 1/2 ഇഞ്ച് ഓപ്പൺ ഇട്ട് നമുക്കൊരു വാം വാട്ടർ നിറച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് അത് പതുക്കെ ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിൽ എയറെല്ലാം എക്സ്പെല്ലായി പോകും. അതിനുശേഷം ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം കൂടി നമ്മൾ ക്ലോസ് ചെയ്യാം. വേറെ ഒരു മെത്തേഡ് സ്ട്രോ ഉപയോഗിച്ചിട്ടാണ്. ഒരു 1/2 ഇഞ്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ സ്ട്രോ വെച്ച് അതിനകത്തുള്ള എയർ പുറത്തേക്ക് വലിച്ചു കളയാം.
നമ്മൾ ചക്ക വെക്കുന്ന ഈ പാക്കറ്റിലെ എയർ കളഞ്ഞ് ഇത് എയർ വാക്വം ചെയ്ത് സീൽ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ നമുക്ക് ഏത് തരം ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും ചെയ്യാൻ കേട്ടോ. ഇനി ചക്ക കുക്കറിലിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ചക്ക നമുക്കിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു 4 വിസിലാണ് കേൾപ്പിച്ചേ. നമുക്ക് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പക്ഷെ ഇടയ്ക്ക് അത് നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർക്കുന്നത്. ഞാൻ ശർക്കര ഇവിടെ ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പം നമുക്ക് ആ ശർക്കര ചേർക്കണം. ഇപ്പം ചക്കയിലെ വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകവും ഒരു 3-4 ഏലക്കായും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറെ കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കും കേട്ടോ. പഞ്ചസാരയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചക്ക വരട്ടിയതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പം ചക്ക നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിത് മിക്സിയിൽ അടിക്കാതെ വേവിച്ചെടുത്തത് കൊണ്ട് ആ ചക്കയുടെ നാരൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു 1/2 കപ്പ്, പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് പൊടിച്ച് വെച്ച ജീരകവും ഏലക്കായാണിത്. അതും ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയും ജീരകവും ഒക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിടി കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്ന സമയത്ത്, അടയുടെ കൂടെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു കശുവണ്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ചേർത്ത് കൊടുക്കണതാ. ഇപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം. മധുരം നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പ് അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി അട ചുടാൻ വേണ്ടി റെഡിയാക്കാം. ഇപ്പോൾ ചക്കടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇത് കഴുകി നമ്മൾ ഉണക്കി എടുത്തതാണ്. ഇത് ഫ്രോസൺ വാഴയിലയായിരുന്നു, അത് കാരണം നമുക്കിത് വാട്ടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്ത് അട വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴേക്കും നമുക്ക് ഇത് അട പരത്തിയെടുക്കാം. ഈ വാഴയിലയുടെ നടുക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഷേപ്പൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. കണ്ടോ? അതുപോലെ നമുക്ക് എല്ലായിടയും പരത്തിയെടുക്കാം.